നമസ്കാരം. ഇത്തിരി എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളിന് ശേഷം നമ്മളൊരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ, ബാംഗ്ലൂരുള്ളവർക്കറിയാം ഗണേശ ചതുർത്ഥി എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ബാംഗ്ലൂർ. അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നടന്ന ഗണേശ ഫെസ്റ്റിവൽ, ആ ഒരു ടൈമിൽ കുറച്ച് വീഡിയോസ് എല്ലാം ചേർത്തുണ്ടാക്കിയൊരു വ്ളോഗാണ്. ഇവിടെ അപ്പാർട്ട്മെൻറ്റിൽ 9 ദിവസത്തെ ഒരു പ്രോഗ്രാമായിരുന്നു ഉണ്ടായിരുന്നത്, പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം ഗണേശ വിഗ്രഹം കൊണ്ടുവന്ന് പൂജയൊക്കെ ചെയ്ത് അങ്ങനെ വരുന്ന 9 ദിവസം ആ പൂജ കണ്ടിന്യൂ ചെയ്ത് അവസാന ദിവസം അത് കൊണ്ടുപോയി ഒഴുക്കുന്ന അതുവരെയാണ് ചടങ്ങുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും പറ്റുന്ന പോലെ കുറച്ച് വീഡിയോസും അതിൻ്റെ ഇടയിൽ കൾച്ചറൽ ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭക്ഷണം, കമ്മ്യൂണിറ്റി ലഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിലുള്ള കുറേ ദിവസങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഓണവും അവസാന ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വിഗ്രഹമൊക്കെ വേണ്ട പോലെ പറഞ്ഞ് അതുപോലെ ഉണ്ടാക്കിയ ആണ്. അപ്പോൾ തലേ ദിവസം പൂജ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം തന്നെ അത് കൊണ്ടുവന്ന് അതിനായിട്ട് ഒരു സ്റ്റേജ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ വെച്ച് അങ്ങനെയാണ്. അപ്പോൾ ഫ്ലവേഴ്സും ഡെക്കറേഷന് വേണ്ടിയിട്ട് അതൊക്കെ കൊണ്ടുവന്നു. പിന്നെ പൂജയുടെ ദിവസമാണെങ്കിൽ നമുക്ക് ചെണ്ട മേളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ എത്തി പൂജ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു പൂജ. അപ്പോൾ അത് രാവിലെയും അതുപോലെ തന്നെ ഒരു 7 മണി സന്ധ്യ 7 മണിയാകുമ്പോഴും പൂജയുണ്ടായിരുന്നു. അപ്പം ആ ഡെയിലി എല്ലാ ദിവസവും അപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരെയും ഇങ്ങനെ കാണാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാ ദിവസവും ആ പൂജയ്ക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കും. താഴെ ഇറങ്ങി എല്ലാവരും ഒന്ന് കണ്ട് പ്രസാദമൊക്കെ വാങ്ങിച്ചു, പൂജ അറ്റൻഡ് ചെയ്ത് അങ്ങനെ. അപ്പോൾ ആദ്യത്തെ ദിവസം ചെണ്ടവാദ്യമൊക്കെ ഉണ്ടായിരുന്നു. രാവിലത്തെ പൂജ കുറച്ച് സമയം വരെ തന്നെ ഉണ്ടായിരുന്നു. ആസനം പരികൽപയാമി. ഇത് കൾച്ചറൽ ഇവൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് 6 മണിക്ക് തുടങ്ങും. അത് രാത്രി വരെയൊക്കെ പ്രാക്ടീസ് ഉണ്ടാവും. പിള്ളേരുടെ ഡാൻസും ഉണ്ട്, അതുപോലെ തന്നെ ലേഡീസിൻ്റെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ കുറച്ച് ദിവസങ്ങൾ. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസൊക്കെയാണിത്. അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഒരു റീൽ എടുത്തായിരുന്നു, ഓണത്തിന് വേണ്ടിയിട്ടുള്ള റീൽ എടുത്തായിരുന്നു. അന്നാണ് കമ്മ്യൂണിറ്റി ലഞ്ച്, അതാണ് സാരി എല്ലാം ഇട്ട്. അപ്പോൾ സാരി എന്തായാലും ഇട്ടാണല്ലോ എന്ന് വെച്ചാൽ ഓണത്തിന് വേണ്ടിയിട്ടൊരു റീലൊക്കെ എടുത്തു. അപ്പോൾ ആ റീല് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 9 ദിവസം എന്ന് പറയുമ്പോൾ ദിവസം ഇതുപോലെ തന്നെ നമുക്ക് സാറ്റർഡേ സൺഡേസ് വരും. അപ്പോൾ എന്തെങ്കിലും ലീവുള്ള ദിവസമൊക്കെ വരുവാണെങ്കിൽ രാത്രി ഇതുപോലെ എല്ലാവരും കൂടെ അങ്ങനെയൊക്കെയാണ് കേട്ടോ. നല്ല രസമായിരുന്നു. എപ്പോഴും ഇങ്ങനെ ബഹളവും എപ്പോഴും ആരെങ്കിലുമൊക്കെ ഉള്ളതുപോലെ അങ്ങനെ ഒരു ഫീലാണ് എപ്പോഴും ഉണ്ടായിരുന്നത്. അതിനിടയിൽ ഉത്രാടത്തിന്റെ ദിവസം നമ്മൾ ഗംഭീരമായിട്ടൊരു പൂക്കളൊക്കെ ഇട്ട്, വലിയ പൂക്കളൊക്കെ ഇട്ട് ഗണപതിയുടെ മുമ്പിൽ. അപ്പം പിറ്റേ ദിവസം ആണ് നിമഞ്ജനം. അപ്പം അന്ന് ഓണായതുകൊണ്ട് തന്നെ പൂക്കളിടാൻ പറ്റില്ല. അപ്പം തലേ ദിവസം പൂക്കളിട്ട് അത് കഴിഞ്ഞ് കൾച്ചറൽ ഇവന്റ്സ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലേഡീസ് എല്ലാം ഡാൻസ് ചെയ്തു. അതുപോലെ തന്നെ മോനും ഭരതും അതിനിടയിൽ ഡാൻസ് ചെയ്തു. നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ ഒരു കുറച്ച് സമയം, ഒരു 4:35 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു 10 ആകുമ്പോൾ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ DJയും കാര്യങ്ങളും എല്ലാവരും നല്ല പോലെ എൻജോയ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഫങ്ഷൻസ് ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും അപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എല്ലാവരും ജോലിയൊക്കെ ആയിട്ട് തിരക്കായിരിക്കും എപ്പോഴും, വല്ലപ്പോഴും കാണുന്നതും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം എന്തായാലും നല്ല എൻജോയ് ചെയ്തു. ശരിക്കും എല്ലാ വർഷവും ഉണ്ടാകുന്ന, അതായത് എല്ലാവരും കൂടെ കൂടുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഗണേശ ചതുർത്ഥി എന്ന് പറഞ്ഞാൽ. അപ്പം അത് ഈ വർഷവും ഗംഭീരമായിട്ട് ആഘോഷിച്ചു. അപ്പോൾ മോനും ഞങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് അപ്പോൾ നന്നായി ചെയ്തു. അപ്പോൾ ട്രെൻഡിങ് സോങ്ങൊക്കെ എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും പാട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. കുറച്ച് സ്റ്റെപ്പ് നിങ്ങൾ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇട്ടത്.
പിള്ളേരുടെ ഒക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേരുടെ ആയാലും ലേഡീസിൻ്റെ ആയാലും ഒക്കെ നല്ല ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഓഡിയൻസിൻ്റെ റെസ്പോൺസ് കാണുമ്പോൾ തന്നെ അറിയായിരിക്കാം എത്ര എൻജോയ് ചെയ്തു എന്നുള്ളത്. എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് റീൽസൊക്കെ ആയിട്ട് നമുക്ക് ട്രെൻഡിങ് സോങ്ങൊക്കെ അറിയാവുന്നതുകൊണ്ട് എല്ലാവരും അതനുസരിച്ചാണ് സോങ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയുകയും ചെയ്യാം സോങ്സ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്ത് നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ ആണ്. അപ്പം ഗണേശ വിഗ്രഹം കൊണ്ടുപോയി ഒഴുക്കുന്ന ദിവസം. അന്നും അതുപോലെ തന്നെ 3 മണിക്ക് എല്ലാവരും കൂടെ 2 വീലർ എടുത്താണ് പോകുന്നത്. അപ്പോൾ അത് ശരിക്കും അത് പോയി കഴിയുമ്പം ഒരു ബ്ലാങ്ക് ആയ പോലെയാണ്. അത്രയും ദിവസം കൂടെ ഉണ്ടായി എല്ലാവരും കൂടെ നിന്ന് രാവിലെയും രാത്രിയൊക്കെ ഇങ്ങനെ എല്ലാവരെയും കാണുന്നത്. പെട്ടെന്ന് എല്ലാം പോയ ഒരു ഫീലാണ് ശരിക്കും ഉണ്ടാവുക. അപ്പോൾ അതും അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഈ വർഷത്തെ ഗണേശ ചതുർത്ഥി ആഘോഷം കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഇനി അടുത്ത വർഷത്തേക്ക് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ്. അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെയാണ് ഈ വ്ളോഗിലെ വിശേഷങ്ങൾ. വീണ്ടും വ്ളോഗുമായിട്ട് കാണാം. അതുവരെ ബൈ.